ഹായ് ഹലോ എല്ലാ ദിവസവും രാവിലെ 5:30 എഴുന്നേൽക്കുന്ന ഞാനിന്ന് 8:15 8:30 ആയപ്പോഴാണ് എഴുന്നേറ്റത്. കാരണം ഇന്നലെ കോഴിക്കോട് നിന്ന് എത്തിയപ്പോൾ ലേറ്റായി, അതുകൊണ്ട് തന്നെ കിടക്കാനും ലേറ്റായി. ഉറക്കം കളഞ്ഞിട്ട് നേരത്തെ എഴുന്നേൽക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു 8:15 8:30 വരെ ഉറങ്ങിയത്. നല്ല സുഖമായിട്ട് ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി നേരെ കിച്ചണിൽ വന്ന് ഇന്നലത്തെ മാവ് ഇരിപ്പുണ്ടായിരുന്നു, അപ്പത്തിൻ്റെ മാവ് ഫ്രിഡ്ജിൽ. അതെടുത്തിട്ട് അച്ചമ്മയ്ക്ക് 2 അപ്പവും എനിക്ക് 2 അപ്പവും ചുട്ടെടുത്തു. അതിനുള്ള മാവ് ഉണ്ടായിരുന്നുള്ളൂ. കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായില്ല. ഒന്ന് നേരം പോയി, പിന്നെ അത് ചൂടോടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ കിച്ചണിൽ കയറിയിട്ട് ഉച്ചയ്ക്കത്തേനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. മത്തി ഇരിപ്പുണ്ടായിരുന്നു, അത് മുളകിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. അച്ചമ്മ പറഞ്ഞ് തരുന്ന റെസിപ്പി പ്രകാരമാണ് വെക്കുന്നത്. വളരെ സിമ്പിളായിരുന്നു. അച്ചമ്മ ഇങ്ങനെ ഓരോ തവണ പുതിയ പുതിയ റെസിപ്പീസൊക്കെയാണ് പറഞ്ഞു തരിക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ച് എരിവൊക്കെ കൂടുതലിട്ടിട്ടാണ് ഞാൻ വെച്ചത്. സാധാരണ എരിവൊക്കെ കുറച്ച് അച്ചമ്മയുടെ ഒരു പാകത്തിന് വെക്കുന്നത്, പക്ഷേ ഇന്ന് അച്ചമ്മ തന്നെ പറഞ്ഞു കുറച്ച് എരിവ് അധികം ഇട്ട് വെച്ചോളാൻ. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് പെരക്കാവ് മൊത്തം ഒന്ന് അടിച്ചു വാരിയിടാമെന്ന് വിചാരിച്ചു. തുടയ്ക്കുന്നില്ല, ലേറ്റായിട്ട് എഴുന്നേറ്റുകൊണ്ട് തന്നെ എനിക്ക് പണികളൊക്കെ കുറച്ച് നേരത്തെ തീർക്കണം എന്ന് ഇങ്ങനെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നേ. ഈ ഒരു സമയമാകുമ്പോഴത്തേന് സാധാരണ എൻ്റെ ഓൾമോസ്റ്റ് പണിയൊക്കെ കഴിയുന്നത്, പക്ഷേ ഇന്ന് എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് പച്ചടിക്ക് വേണ്ട തേങ്ങയാണ്. ഇത് പച്ചടിയും അച്ചമ്മ പറഞ്ഞു തരുന്ന പ്രകാരമാണ് വെക്കുന്നത്. പാവയ്ക്ക പച്ചടിയാണ് വെക്കുന്നത്. പച്ചടി ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാക്രോൺസ് ആണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത്. ഇനി ഇതിന് വേണ്ട കൂട്ടൊക്കെ ചേർക്കാം. പാവയ്ക്ക വെന്ത് വന്നപ്പം ഭയങ്കര സിമ്പിളാണല്ലോ പച്ചടി ഉണ്ടാക്കാൻ, അല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പച്ചടിക്ക്. എല്ലാം കഴിഞ്ഞ് കടുകും പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട്, പച്ചടി റെഡി ആയിട്ടുണ്ട്. പച്ചടി നമുക്ക് ഒരു 3-4 ദിവസം വരെ കൂട്ടാം, അങ്ങനെ കേടാവില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഞാൻ തുടച്ചിട്ടു. എനിക്കിനി മീനും കൂടെ വറുത്തെടുക്കാനുണ്ട്. കറക്റ്റ് 2 മീനാണ് വറുത്തെടുക്കണത്. അപ്പോൾ അത്രയേ ഉള്ളൂ.